മക്കളെ, നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ 20 മാർക്കിന് നിങ്ങൾക്ക് ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഈ 20 മാർക്കിന്റെ പ്രഡിക്ഷൻ സാറ് നടത്തി തരാം. ഇത് തന്നെ വരുള്ളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇത് തന്നെ വരുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താ? അത് ഉറപ്പായത് കൊണ്ടാണ്. നോക്കിക്കോളൂ. ഒന്ന്, നിങ്ങൾക്ക് കോൺവെർസേഷൻ ഫില്ലിംഗ് ഉണ്ടാവും. സാർ, ഈ കോൺവെർസേഷൻ ഫില്ലിംഗ് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ലേ? ഞാനിവിടെ ഓൾറെഡി നോക്കൂ, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കോൺവെർസേഷൻ ഫില്ലിംഗ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് ഇതിൽ എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇഫ് ക്ലോസ് ഉണ്ടാക്കുക, എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, എന്താണ് ഹാൻഡ് ബെറ്റർ എങ്ങനെ ഉപയോഗിക്കുക, ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അത് സാറ് വേറെ ചാപ്റ്ററിൽ നിന്ന് വന്നാലോ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് 5 മണിയുടെ ലൈവിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രേസൽ വെർബ് ആണ്. ഈ ഫ്രേസൽ വെർബ് നോക്കൂ, ഞാൻ പറയുന്നു അത് ഇൻ ദ ആറ്റിക് എന്നായിരിക്കും വരിക. ഇൻ ദ ആറ്റിക് എന്ന്, ഈ ഇൻ ദ ആറ്റിക് എന്ന് ഇത്രയും ഫ്രേസൽ വെർബ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയോ ഇല്ലേ? നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് കൃത്യം 5 മണിൻ്റെ ലൈവിൽ പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ, ആ 5 മണിൻ്റെ ലൈവിൽ ഗ്രാമറിൻ്റെ ലൈവിലേക്ക് നിങ്ങൾ കയറി വന്നിട്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ കൊടുക്കും. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. ഇത് പക്ക സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിന് ഈസി ആയിരിക്കും. നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. അടുത്തൊരു ചോദ്യം ഉള്ളത് പിന്നെ ചൂസ് ദി കറക്റ്റ് വേർഡ്സ് ആണ്. കറക്റ്റ് വേർഡ്സ് ആയിട്ടുള്ള സംഗതികൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യാണ്ടാവല്. ആഫ്റ്റർ, ടു, വിത്ത്, എമംഗ്, ഫോർ, ബൈ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 ചാപ്റ്റർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കീറി മുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏത് വന്നാലും എഴുതി കൂടെ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എന്താണ് പിന്നെ ഈ ഒരു ഏരിയത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്ന് ഈവനിങ്ങിൽ 5 മണി ലൈവിൽ വരുന്നുണ്ട്. അതിലേക്ക് വായോട്ടോ. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ദ പാസേജ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. എഡിറ്റ് ദ പാസേജ്. നോക്കൂ നിങ്ങൾ, ഇത് വരാൻ വേണ്ടി പോകുന്നത് ഇതൊന്നുമല്ല ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. എഡിറ്റ് ചെയ്യാനുള്ളത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് എഡിറ്റിങ്ങിന് ഉണ്ടാവുക. ഈ എഡിറ്റിങ്ങിൻ്റെ ചോദ്യം ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നത് 5 മണിക്ക്. ഞാൻ വീണ്ടും 5 മണിക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. 5 മണിക്ക് ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും എല്ലാം ഞാൻ 5 മണി ലൈവിൽ കാണിച്ചു തരുന്നുണ്ട്. അറ്റ് ദ എൻഡ് നോക്കൂ, ക്രിയേറ്റ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്ന സംഗതി. അത് പല ആളുകളും ഈസി ആയിട്ട് എഴുതും അല്ലേ? അങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ പറ്റണം എന്നില്ല ഒരു പക്ഷേ. കാര്യം ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫായിരിക്കും. ആ ടഫായി വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിയണം. മക്കളെ, നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങൾ കഴിച്ചിലായി. അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 മണി ലൈവിലേക്ക് വായോ. അപ്പോൾ ഈ കോമ്പൗണ്ട് വേർഡ്സ് എങ്ങനെ എഴുതാം? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇതിൽ ലാസ്റ്റ് പറയുന്ന ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കോമ്പൗണ്ട് വേർഡ്സ് എഴുതാനുണ്ടാവുക. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോമ്പൗണ്ട് വേർഡ്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാവും എഴുതാനുണ്ടാവുക. അപ്പോൾ 5 പ്രഡിക്ഷൻ ഞാൻ എല്ലാത്തിലും നോക്കും. നിങ്ങൾ കോമ്പൗണ്ട് വേർഡ്സ് പറഞ്ഞു, എഡിറ്റിംഗ് പറഞ്ഞു അല്ലേ, പിന്നെ ഫ്രേസൽ വെർബ് പറഞ്ഞു, കംപ്ലീറ്റ് കോൺവെർസേഷൻ പറഞ്ഞു, പിന്നെ ഏതാ ഒരു സാധനം കൂടെ പറഞ്ഞല്ലോ മക്കളെ, എഡിറ്റ് ദ പാസേജ് പറഞ്ഞു, ചൂസ് ദി കറക്റ്റ് വേർഡ്സ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ വർഷത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഞാനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണമെങ്കിൽ 5 മണി ലൈവിലേക്ക് വായും, അവിടെ ഞാൻ സെറ്റാക്കി തരും.